തുടക്കക്കാർക്ക് ഏറ്റവും കൂടുതൽ ക്യാമറ അവൈലബിൾ ആവുന്ന കമ്പനി ഏതാന്ന് ചോദിച്ചാൽ സംശയമൊന്നും വേണ്ട, കാനോൺ തന്നെയാണ്. മിറർലെസ് ആണ് എനിക്ക് വേണ്ടത് എന്ന് ആഗ്രഹിക്കുന്ന തുടക്കക്കാരന് പറ്റിയ ഒരു ക്യാമറയാണ് കാനോണിന്റെ R100 എന്ന് പറയുന്ന ഒരു മോഡല്. 1500 എന്ന ക്യാമറയുടെ പകരം വെക്കാനായിട്ട് കൊണ്ടുവന്ന, പക്ഷേ പിക്ചർ ക്വാളിറ്റിയും ബാക്കിയുള്ള കാര്യങ്ങളിലൊക്കെ കുറെ കൂടെ ഇമ്പ്രൂവ് ആയിട്ടുള്ള DSLRന്റെ കാലത്ത് ഒരു ഫ്രെയിമിനകത്ത് നമ്മൾ പടം എടുക്കുമ്പോൾ അതിന്റെ 4 സൈഡും ഔട്ടർ ഏരിയ ബ്ലർ ആവുമായിരുന്നു. പക്ഷെ മിറർലെസ് വന്നതിന് ശേഷം അങ്ങനെ ഒരു പ്രശ്നം വരുന്നില്ല. ഫ്രെയിമിലുള്ള എല്ലാ ആൾക്കാരും അല്ലെങ്കിൽ എന്താണ് നമ്മുടെ സബ്ജക്റ്റ് അത് ക്ലാരിറ്റിയോടുകൂടി എടുക്കാൻ പറ്റും. ആ പ്രത്യേകത R100 തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നു. ഏകദേശം R100 പ്രൈസ് പറയുമ്പോൾ നമുക്കൊരു 42,000 രൂപയ്ക്ക് ലഭ്യമാവുന്ന ഒരു ക്യാമറയാണ് R100 എന്ന് പറയുന്നത്. R100 ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ ഈ ചാനലിൽ തന്നെ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് അത് കണ്ടു നോക്കാം. R100 കഴിഞ്ഞാൽ കുറച്ചുകൂടി പ്രൊഫഷണൽ ആയിട്ട് ലൊക്കേഷനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സ്റ്റെപ്പ് കൂടെ മുകളിൽ നിൽക്കുന്ന ഒരു ക്യാമറയാണ് R50. രണ്ട് രീതിയിൽ കിട്ടുന്നുണ്ട്. 18-45 ലെൻസോട് കൂടിയാണെങ്കിൽ ഏകദേശം 70,000 രൂപയ്ക്ക് R50 കിട്ടുന്നുണ്ട്. അത് കൂടാണ്ട് 55-210 എന്ന് പറയുന്നൊരു 2 ലെൻസിൽ വരുന്ന കോംബോ കിറ്റ് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അത് ഏകദേശം 80,000 രൂപ വില വരുന്ന ഒരു ക്യാമറയാണ്. മൈക്ക് കണക്ട് ചെയ്യാൻ പറ്റും, 4K നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റും, 24 മെഗാ പിക്സലിൽ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റും. അത്യാവശ്യം ഒരു ഫാമിലിക്ക് നല്ലൊരു ക്യാമറ വേണമെങ്കിൽ അല്ലെങ്കിൽ ട്രാവൽ വ്ലോഗ് എടുക്കാനായിട്ട് ക്യാമറ വേണമെങ്കിൽ നിങ്ങൾക്ക് നിസ്സംശയം ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാമറയാണ് R50 എന്ന് പറഞ്ഞത്. ഇതിൻ്റെയും ഡീറ്റെയിൽഡ് വീഡിയോ ഈ ചാനലിൽ തന്നെ ഉണ്ട്. നിങ്ങൾക്ക് R50 കൂടുതൽ ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ ആ വീഡിയോ കണ്ടു നോക്കാം. അത് കഴിഞ്ഞ് കാനോണിലെ അടുത്ത ലെവലിൽ ഉള്ളൊരു ക്യാമറയാണ് R10 എന്ന് പറയുന്നത്. R10ഉം 2 ലെൻസുകളിൽ ലഭ്യമാണ്. R10 18-45 ലെൻസോട് കൂടിയാണെങ്കിൽ ഏകദേശം ഒരു 85,000 രൂപ വില വരുന്നുണ്ട്. പക്ഷെ അതിൽ കൂടുതൽ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മോഡൽ R10 18-150 എന്ന് പറയുന്ന ഒരു കിറ്റാണ്. R10 18-150 ഒറ്റ ലെൻസിൽ തന്നെ നിങ്ങളുടെ വൈൽഡ് ലൈഫ് ആവശ്യങ്ങളും പേഴ്സണൽ ആവശ്യങ്ങൾക്കും ലോഗിങ്ങിനും എല്ലാ പർപ്പസിനും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് R10 18-150. R10 18-150 വരുമ്പോൾ ഏകദേശം ഒരു 95,000 രൂപ, 92,000 മുതൽ 95,000 രൂപ വരെയാണ് R10 പ്രൈസ് വരുന്നത്. അടുത്തതായിട്ടുള്ള കാനോണിന്റെ ഒരു തുറുപ്പ് ചീട്ട് അമച്വർ ക്യാമറ എങ്കിൽ പ്രൊഫഷണൽ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ക്യാമറയാണ് R7. നേരത്തെ തന്നെ കാനോണിന്റെ 70 എന്നൊരു മോഡൽ ഭയങ്കര ഹിറ്റായിരുന്നു. അത് 70 Mark II 70 എന്ന് പറയുന്ന സീരീസ്. അതേ സെഗ്മെന്റിലോട്ട് 32 മെഗാ പിക്സലിൽ കൊണ്ടുവന്നേക്കുന്ന ഒരു ക്യാമറയാണ്, 32.5 മെഗാ പിക്സലിൽ കൊണ്ടുവന്നേക്കുന്ന ക്യാമറയാണ് R7 എന്ന് പറഞ്ഞാൽ. ബോഡിയുടെ വില ഏകദേശം വരുന്നത് 1,22,000 രൂപയാണ്. പക്ഷെ ഇതിലും സ്ട്രോങ് ആയിട്ട് സജസ്റ്റ് ചെയ്യാവുന്ന ഒരു ക്യാമറ എന്ന് പറഞ്ഞാൽ 1,55,000 രൂപ വില വരുന്ന R7 18-150 കിറ്റാണ്. വൈൽഡ് ലൈഫിന് ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ക്യാമറ വേറെ ഇല്ല എന്ന് തന്നെ പറയാം. 70യും അതുപോലെ വൈൽഡ് ലൈഫ് ചെയ്യുന്നവരുടെ വളരെ ഇഷ്ടപ്പെട്ട ഒരു ക്യാമറയായിരുന്നു. അപ്പോൾ ആ ഒരു പ്രൈസ് റേഞ്ചിൽ 1,50,000 രൂപ നിങ്ങൾക്ക് ഈ പറയുന്ന സീരീസിൽ ഏറ്റവും വില കൂടിയ ക്യാമറയും R7 18-150 എന്ന് പറയുന്ന കോംബോയാണ്, 1,55,000 രൂപ. ഇനി ഫുൾ ഫ്രെയിമാണ് നിങ്ങളുടെ മനസ്സിലെ ആഗ്രഹമെങ്കിൽ നിങ്ങൾക്ക് RP എന്നൊരു ക്യാമറ ഓപ്റ്റ് ചെയ്യാൻ പറ്റും. RP ബോഡി മാത്രമായിട്ടാണ് വരുന്നത്. RP ബോഡിയുടെ വില വരുന്നത് ഏകദേശം 85,000 രൂപയാണ്. RP 24-105 STM കിറ്റ് ഉൾപ്പെടെ വരുന്നുണ്ട്. അത് വരുമ്പോൾ 1,10,000 രൂപയാണ് RPയുടെ വില വരുന്നത്. ഇനി അടുത്തൊരു ഓപ്ഷൻ, അതിൽ കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ട് നിങ്ങൾക്കൊരു ഫുൾ ഫ്രെയിം ക്യാമറയാണ് നോക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാമറയാണ് R8ഉം R8 ബോഡി മാത്രമായിട്ട് ലഭ്യമാണ്. R8 24-50 ലെൻസ് ഉൾപ്പെടെ ലഭ്യമാണ്. R8 24-105 STM ലെൻസ് ഉൾപ്പെടെയും മാർക്കറ്റിൽ ലഭ്യമാണ്. R8 ബോഡി മാത്രമായിട്ട് വരുമ്പോൾ 1,15,000 രൂപയാണ് മാർക്കറ്റ് വില വരുന്നത്. 24-50 ലെൻസ് വരുമ്പോൾ 1,30,000 രൂപയാണ് വില വരുന്നത്. അപ്പോൾ ഇത്രയും ക്യാമറകൾ, ഇത്രയും വൈഡ് റേഞ്ച് ഓഫ് ക്യാമറകൾ കാനോണിൽ തുടക്കക്കാർക്ക് വേണ്ടി ഒരു 40,000 മുതൽ 22,000 രൂപയ്ക്ക് ഏകദേശം 285 എന്നുള്ള ഡിജിറ്റൽ ക്യാമറ തുടങ്ങി 1,55,000 രൂപയ്ക്ക് R7 18-150 വരെയുള്ള റേഞ്ചിൽ ഒരു വലിയ റേഞ്ച് തന്നെയുണ്ട്. ഇതിൻ്റെ എല്ലാ ഡീറ്റെയിൽഡ് വീഡിയോ വേറെ നമ്മൾ ചെയ്തിട്ടുണ്ട്, കണ്ടു നോക്കാം. ഓക്കെ, ബൈ.